നർത്തകർ ഒരുമിച്ച് ചുവടുവെക്കുന്ന വേദി. യാതൊരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെയുള്ള അശാസ്ത്രീയ സ്റ്റേജ് നിർമ്മാണം. ഇതാണ് MLA ഉമാ തോമസിനെ 15 അടി താഴ്ചയിൽ നിന്ന് വീഴാൻ കാരണമാക്കിയത്. മന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന വേദിയിൽ ബാരിക്കേഡ് സംവിധാനം പോലും ഉണ്ടായിരുന്നില്ല. ഗുരുതര അനാസ്ഥയിൽ അപകടത്തിലായത് MLA പോലുള്ളവർ. ഇത്തരത്തിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച സ്റ്റേജ് തകർന്നു വീണ ഡൽഹിയിൽ ഒരു സ്ത്രീ മരണപ്പെട്ടത് ഈ കഴിഞ്ഞ ജനുവരിയിൽ. 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ വേദി നിർമ്മാണം അപരിചിത നിർമ്മാതാക്കൾക്ക് നൽകുന്നത് ആരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്? നർത്തകർ മാത്രം 12,000 പേർ, കാണികൾ അതിലേറെ, മന്ത്രിമാർ ഉൾപ്പെടെ ഉന്നത വ്യക്തിത്വങ്ങൾ. എന്നിട്ടും വിദഗ്ധമായ പരിശോധനയ്ക്ക് പോലീസ് തയ്യാറാകാതെ ഇരുന്നത് എന്തുകൊണ്ട്? ഫയർഫോഴ്സ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ? സംഭവത്തെ തുടർന്ന് നമ്മുടെ പ്രതിനിധി ശില്പ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ MLA ഉമാ തോമസ്. നടി ദിവ്യയുടെ നേതൃത്വത്തിൽ ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് 12,000 നർത്തകരുടെ ഭരതനാട്യ പരിപാടി ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു MLA. മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ വേദിയിലിരിക്കവേ ആയിരുന്നു അപകടം സംഭവിച്ചത്. 15 അടി ഉയരത്തിൽ നിന്നും താഴേക്ക് വീഴുകയായിരുന്നു ഉമാ തോമസ്. വീഴ്ചയിൽ തലയ്ക്കും നട്ടലിനും പരിക്കുണ്ട്. വാരിയൽ ഒടിഞ്ഞ് തറച്ചു കയറിയതിനെ തുടർന്ന് ശ്വാസകോശത്തിലും മുറിവുകൾ സംഭവിച്ചിട്ടുണ്ട്. സംഭവത്തിൽ സംഘാടകർക്കെതിരെ കേസെടുത്ത് പോലീസ്. മൃദംഗ മിഷനും സ്റ്റേജ് നിർമ്മിച്ചവർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സംഭവത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടെന്ന് FIR-ൽ. വേദിക്ക് ആവശ്യമായ സ്ഥലപരിമിതി ഇല്ലെന്നും ജീവന് ഭീഷണി ഉണ്ടാക്കും വിധം അപകടകരമായി സ്റ്റേജ് നിർമ്മിച്ചെന്നുമാണ് കേസ്. പൊതുസുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയതിൽ വീഴ്ച വരുത്തിയതിനും കേസുണ്ട്. ഉമാ തോമസിന്റെ പേഴ്സണൽ സ്റ്റാഫിന്റെ പരാതിയെ തുടർന്നാണ് പാലാരിവട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കൊച്ചി റിനെ മെഡിസിറ്റിയിൽ ചികിത്സയിലിരിക്കുന്ന MLA ഉമാ തോമസിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടറുടെ വിദഗ്ധ സംഘം അറിയിച്ചു. ക്യാമറ പേഴ്സൺ അഭിനന്ദിനൊപ്പം ശില്പ, ICJ ന്യൂസ്. നമസ്കാരം, ഞാൻ കൃഷ്ണേന്ദു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ഇടുക്കിയിൽ കാട്ടാനക്കലിയിൽ പൊലിഞ്ഞ ഒരു ജീവൻ കൂടി. പ്രദേശത്ത് വനം വകുപ്പിനെതിരെ പ്രതിഷേധം ശക്തം. കുടുംബത്തിന് 10 ലക്ഷം രൂപ അനുവദിച്ച് സർക്കാർ. ദക്ഷിണ കൊറിയയിൽ വൻ വിമാന ദുരന്തം, 179 പേർ മരണപ്പെട്ടു. കുതിപ്പ് തുടർന്ന ഓഹരി വിപണി, നേട്ടമുണ്ടാക്കി നിക്ഷേപകർ. സന്തോഷ് ട്രോഫിയിൽ ഗോൾ മഴ തീർത്ത കേരളം. സെമി ഫൈനലിൽ 1-നെതിരെ 5 ഗോളുകൾക്കാണ് വിജയം. വാർത്തകൾ വിശദമായി. മുള്ളരിങ്ങാട് ആമേൽ തൊട്ടിയിൽ കാട്ടാനാക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. മുള്ളരിങ്ങാട് സ്വദേശി 22 വയസ്സുകാരൻ അമർ ഇലാഹിയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടത്. തേക്കിൻ തോട്ടത്തിൽ പശുവിനെ അഴിക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണം ഉണ്ടായത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് മൻസൂർ ഓടി രക്ഷപ്പെട്ടു. പിന്നീട് മൻസൂറാണ് നാട്ടുകാരെ വിവരമറിയിച്ചത്. വൈകിട്ട് 3-ഓടെയാണ് ആക്രമണം നടന്നത്. മൃതദേഹം കാരിക്കോട് താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. 2 വർഷമായി ആനശല്യമുണ്ടെന്ന് നാട്ടുകാർ അറിയിച്ചു. ഇതിനിടയിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്ന നടപടികൾ നടന്നുവരികയാണെന്ന് വനം വകുപ്പ് അറിയിച്ചു. ആനകൾ പതിവായി കൃഷി നശിപ്പിച്ചിരുന്നു എങ്കിലും ആളുകളെ ആക്രമിക്കുന്നത് ആദ്യമായാണ്. പ്രദേശത്ത് നിന്ന് ആനകളെ തുരത്തുന്ന വനം വകുപ്പിന്റെ ദൗത്യം നടന്നിട്ടില്ലെന്ന് പ്രദേശവാസികൾ മാധ്യമങ്ങളെ അറിയിച്ചു. ദക്ഷിണ കൊറിയയിൽ വിമാനാപകടത്തിൽ 179 പേർ മരണപ്പെട്ടു. ദക്ഷിണ കൊറിയയിലുണ്ടായ ഏറ്റവും മാരകമായ വിമാനാപകടത്തിനായിരുന്നു മുവാൻ ഇന്റർനാഷണൽ എയർപോർട്ട് സാക്ഷ്യം വഹിച്ചത്. തായ്ലാന്റ് തലസ്ഥാനമായ ബാങ്കോക്കിൽ നിന്ന് 175 യാത്രക്കാരും 6 ജീവനക്കാരുമായി എത്തിയ വിമാനം രാജ്യത്തിന്റെ തെക്കുഭാഗത്തുള്ള വിമാനത്താവളത്തിൽ രാവിലെ 9 മണിക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായതെന്ന് ദക്ഷിണ കൊറിയയുടെ ഗതാഗത മന്ത്രാലയം അറിയിച്ചു. 2 ജീവനക്കാരായ ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും കത്തുന്ന വിമാനത്തിന്റെ വാലറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായും അഗ്നിരക്ഷാ സേനാ മേധാവി അറിയിച്ചു. 1997-ൽ ഗുവാമിൽ 200-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ കൊറിയൻ വിമാനാപകടത്തിന് ശേഷം ദക്ഷിണ കൊറിയൻ എയർലൈനുകൾ നേരിടുന്ന ഏറ്റവും വലിയ അപകടമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്ന് ഗതാഗത മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നീണ്ട 2 വർഷത്തെ തകർച്ചയ്ക്ക് ശേഷം ഓഹരി വിപണി കുതിപ്പ് 1% കൂടുന്നു. കഴിഞ്ഞ വർഷം സെൻസെക്സ് പ്രകാരം 657 പോയിന്റും നിഫ്റ്റി 225 പോയിന്റും വർധനവ്. ഇത് ഓഹരി വിപണി ഉയർച്ചയായി കണക്കാക്കുന്നു.
ജനുവരി മാസത്തെ നിഫ്റ്റി നോക്കുമ്പോൾ 24,000-ൽ നിൽക്കുന്നു. ജനുവരി പകുതിയോടെ 25,000 വരെ കൂടാൻ സാധ്യതയേറെയാണ്. സെൻസെക്സ് 78,190-ലേക്ക് താഴ്ന്നെങ്കിലും ആഴ്ചയുടെ അവസാനത്തോടെ 78,699-ലേക്ക് ഉയരും. ആഗോള സ്വർണ്ണ വിപണിയിൽ പിന്നിട്ട വർഷങ്ങളിൽ $800 മികവ് വന്നെങ്കിലും ഏപ്രിലോടുകൂടി ഡോളറിന് തകർച്ച വരാൻ സാധ്യതകൾ ഏറെയാണ്. അങ്ങനെ വന്നാൽ സ്വർണം $3,000 മുകളിൽ ഇടം പിടിക്കും. സന്തോഷ് ട്രോഫി ഫുട്ബോൾ സെമി ഫൈനലിൽ മണിപ്പൂരിനെ തകർത്ത് കേരളം ഫൈനലിൽ. 1-5 ഗോളുകൾക്കാണ് കേരളത്തിന്റെ വിജയം. 22-ാം മിനിറ്റിൽ നജീബിന്റെ ഗോളിൽ കേരളം ലീഡെടുത്തു. പകരക്കാരനായി ഇറങ്ങിയ മുഹമ്മദ് റോഷൽ ഹാട്രിക് നേടി. ചൊവ്വാഴ്ച നടക്കുന്ന ഫൈനലിൽ കേരളം ബംഗാളിനെ നേരിടും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കിയിൽ കാട്ടാനക്കലിയിൽ പൊലിഞ്ഞ് ഒരു ജീവൻ കൂടി. പ്രദേശത്ത് വനം വകുപ്പിനെതിരെ പ്രതിഷേധം ശക്തം. കുടുംബത്തിന് 10 ലക്ഷം രൂപ അനുവദിച്ച് സർക്കാർ. ദക്ഷിണ കൊറിയയിൽ വൻ വിമാന ദുരന്തം. 179 പേർ മരണപ്പെട്ടു. കുതിപ്പ് തുടർന്ന ഓഹരി വിപണി. നേട്ടമുണ്ടാക്കി നിക്ഷേപകർ. സന്തോഷ് ട്രോഫിയിൽ ഗോൾ മഴ തീർത്ത കേരളം. സെമി ഫൈനലിൽ 1-5 ഗോളുകൾക്കാണ് വിജയം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.